ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അജയനാളുടെ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല, സ്കൂൾ തുറക്കാൻ വേണ്ടി പോക്കാന്ന്. അങ്ങനെ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കലാണ്. അതിന് 2 ദിവസം കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കുറേ ദിവസമായി പോകാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഹസ്ബൻഡിന് സമയമില്ലാത്തതുകൊണ്ട് നാളെ നന്നിട്ട് അങ്ങനെ ആ നാളത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. എല്ലാം കൂടി ഇന്ന് പോകാമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് വൈകുന്നേരം തന്നെ ഒരു 4 മണിയോളം ആയതിനും. അങ്ങനെ ഞാനും ഹസ്ബൻഡും മക്കളെല്ലാം കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ കണ്ണൂർ ടൗണിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് മക്കൾക്ക് ചെരുപ്പ് വാങ്ങാമെന്ന് വെച്ചാൽ ചെരുപ്പ് ഇപ്പം വാങ്ങിയ ചെരുപ്പാണ് നോമ്പിനെയും പെരുന്നാൾ കേക്ക്. ആ ചെരുപ്പ് അവർ ടപ്പോട്ടിപ്പോന്നാക്കിയിട്ട് അപ്പോൾ സ്പോട്ടിൽ തന്നെ പൊട്ടിച്ചിട്ടിട്ട്. ഇവർക്ക് ചെരുപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് പൊട്ടിക്കാത്തൊരു കമ്പനിയായിട്ട് തുടങ്ങേണ്ടി വരും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മക്കൾക്ക് ഇവിടെ നിന്നാണ് ചെരുപ്പ് എടുക്കൽ. അങ്ങനെ അവിടെ തന്നെ പോയി ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് അധികം കിട്ടിയത് നമ്മൾ വാങ്ങിയ പോലത്തെ സൈസ് അതേപോലത്തെ താണ് കിട്ടൽ. പക്ഷേ ഈ മോനിക്ക് ഇതിനെക്കൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. ഈച്ചു മോനാണ് എന്താ പറയുക ആളെ വട്ടം കറക്കൽ. ഇവനിക്ക് ഫസ്റ്റ് ഈ ചെരുപ്പ് വാങ്ങി. പക്ഷേ ഇവൻ പറഞ്ഞ് ഈ ചെരുപ്പ് എനിക്ക് വേണ്ട, ഇതിൻ്റെ അടുക്ക് എനിക്ക് വാങ്ങിയത് ഇതേ ചെരുപ്പാണെന്നുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ വേറെ കളർ ചേഞ്ച് ചെരുപ്പെല്ലാം വാങ്ങി. അങ്ങനെ മക്കൾക്ക് ചെരുപ്പെല്ലാം വാങ്ങി ബില്ലെല്ലാക്കി നമ്മൾ തിരിക്കലാണ്. പിന്നെ അവിടെ ലേഡീസിന് നല്ല സെലക്ഷൻ ഉണ്ട്, അടിപൊളി സെലക്ഷനൊക്കെ ഉണ്ട്. അതിന് നല്ല അടിപൊളി സൂപ്പർ ചെരുപ്പാണ്. പിന്നെ ഞാൻ അധികം ചോദിക്കാൻ വേണ്ടി നിന്നിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അടുക്ക് ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങിത്തന്നേനു. അങ്ങനെ അവിടെ നേരെ നമ്മൾ സ്കൂളിലേക്കുള്ള സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ കണ്ണൂർ പുതിയ സ്റ്റാൻഡിലേക്കാണ് പോയിട്ടുള്ളത്. റിയൽ എന്നാണ് നമ്മൾ വാങ്ങുന്നത്. അവിടെ നിന്നാണ് മക്കൾക്ക് അധികം നമ്മൾ വാങ്ങൽ ബുക്കും ബാഗൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്കുള്ള എല്ലാ സാധനവും അവിടെ നിന്ന് കിട്ടും. ടെസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളിലേക്ക് വേണ്ടുന്ന ബാഗ് മുതൽ കുപ്പി ടിഫിൻ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മൾ 10 വീടുകൾ കയറി ചെയ്യണ്ടല്ലോ. പിന്നെ നമുക്ക് കാണുന്നതെല്ലാം വേഗം തന്നെ ഓർമ്മയോടെ നമുക്ക് എടുക്കാനും പറ്റും. അങ്ങനെ ഇതാ ഞാനിപ്പോഴത്തെ വീഡിയോയിൽ എടുത്തിട്ട് വരുമ്പോൾ മക്കളുടെ തർപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരിഷ്ടം പോലെ ഒരു കൊട്ടയൻ അവർ നിറച്ചിട്ടുണ്ട്. പിന്നെ അവരെ മൈൻഡാക്കാൻ നിന്നിട്ടില്ല. ഞാൻ വേറെ തന്നെ ഒരു കൊട്ട എടുത്തിട്ട് സ്കൂളിലൊക്കെ ആവശ്യത്തിനുള്ള സ്കെച്ച് ബാഗ് ഒക്കെ വാങ്ങി. അങ്ങനെ ഈ ബാഗ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിനും. ഈ ബാഗിന് 300 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടാടാ. പക്ഷേ 300 രൂപേൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബാഗാണ്. വലിയ ബാഗിനെല്ലാം നല്ല പൈസ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബാഗും പിന്നെ അങ്ങനെ ഓരോ സാധനം സ്കൂളിലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത് പാനൻ്റ് സ്കെയിലിൻ്റെ സെലക്ഷനാണ്. ഞാൻ അവിടുന്ന് സ്കെയിൽ ഇങ്ങനെ പരത്തുമ്പോൾ ഇളയ മോൻ വന്നിട്ട് ഒരു എന്താ പറയുക അടിപൊളി ഗെയിം കളിക്കുന്ന നല്ല ഒരു സ്കെയിലും ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളാങ്കാട്ടി സാധനങ്ങളൊക്കെ എടുക്കും നോക്കെല്ലാം ചെയ്യുന്നത് നമ്മളാങ്കാട്ടി അവരാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്നാൽ ഒരു പാനക്കും പെൻസിലും വല്ലാണ്ട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു സംഭവമില്ല. അവർ ചോദിക്കുമ്പോൾ അവരെ കയ്യിലേക്ക് കീഴിലെത്തുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഇപ്പോൾ നല്ല റേറ്റാണ് എല്ലാത്തിനും. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ഇതാ പെൻസിൽ ഞാൻ അങ്ങനെ 3 ബോക്സ് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങാനും ആക്കാനും എടുക്കണ്ടല്ലോ. അതുകൊണ്ട് വാങ്ങുമ്പോൾ തന്നെ നല്ല സാധനം ഒപ്പരം തന്നെ അങ്ങ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഡ്രോയിങ് ബുക്കാണ്. കളറടിക്കുന്ന നല്ല എന്താ പറയുക മക്കൾക്കെല്ലാം നല്ല കളറടിക്കാനൊക്കെ പറ്റും. കളറടിക്കുന്ന നല്ല മക്കളുണ്ടെങ്കിൽ നല്ല കളറടിക്കാനൊക്കെ പറ്റുന്ന ഡ്രോയിങ് ബുക്കെല്ലാം ഉണ്ട്. പിന്നെ ഞാനിത് ബോക്സിൻ്റെ സെലക്ഷനാണ്. അവിടെ നിന്ന് ഞാൻ ബോക്സ് എടുത്തിന്. ഞാൻ ഇതേപോലത്തെ 2 ബോക്സാണ് എടുത്തിന്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ടാവും. പക്ഷേ നമ്മളെന്താ ഗെയിം കളിക്കാനായിട്ട് എടുക്കുന്ന ഒരു ബോക്സാണിത്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഗെയിം കളിക്കാൻ. നോക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു ഈ ബോക്സ്. ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തതാണ്. പിന്നെ ഇത് വേറൊരു ബോക്സാണ്. നമ്മൾ ബസ്സിൻ്റെ എല്ലാം ഒരു ടൈപ്പാണ് ഇത് വരുന്ന മോഡൽ. നല്ല രസമുണ്ട് തുറക്കാനെല്ലാം. ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വാങ്ങിനു മക്കൾക്ക്. പക്ഷേ പൊട്ടിപ്പോയിന്. അതുകൊണ്ട് ഞാൻ പിന്നെ അത്രയില്ല താല്പര്യമാക്കിയിട്ടൊന്നുമില്ല. അത് അവിടെ നിന്ന് നോക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ സ്കൂളൊക്കെ വന്ന എല്ലാ സാധനം വാങ്ങി. ഇനി അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടകളും കുപ്പിയൊക്കെയാണ്. അങ്ങനെ കുട 2 ആൾക്ക് വാങ്ങണം. അങ്ങനെ 2 കുട വാങ്ങി. മറ്റേ മോനിക്ക് കഴിഞ്ഞെല്ലാം വാങ്ങിയ കുട ഉണ്ടേനും. പിന്നെ കുപ്പി പ്ലാസ്റ്റിക് കുപ്പിനെ അങ്ങോട്ട് എത്ര നല്ലത് സ്റ്റീലിൻ്റെ കുപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മക്കൾക്ക് 2 സ്റ്റീലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൂത്ത മോനിക്ക് കോപ്പിക്കുട വേണ്ട, വലിയ ആളെടുക്കുന്ന കളർ കുട മതി എന്നിട്ട് അങ്ങനെ കുട നോക്കിയെന്ന്. അങ്ങനെ ടിഫിൻ്റെ സെലക്ഷനാണിത്. ടിഫിൻ ഏതാ എടുക്കണത് തിരിയുന്നില്ല. എല്ലാം കാണുമ്പോൾ എല്ലാം എടുക്കാൻ വേണ്ടി തോന്നുന്നു. കണ്ണങ്ങ് തള്ളിപ്പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇളയ മോനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വേണം. ഒറ്റൊരു വാശിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിപ്പിളായിട്ട് വരുന്ന കുപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഓനിക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ പിന്നെ മതി ഓൻ്റെ ഒരു ആഗ്രഹമല്ല അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇച്ചു മോനെല്ലാം കണ്ടത് തേച്ച് പൊക്കിയിട്ട് കൊണ്ടിടുന്നുണ്ട്. ഇതിൻ്റെ അടുത്തുനിന്ന് ഓൻ്റെ ഇഷ്ടത്തിനാണ് ഓന് തേച്ച് കൊടുക്കുന്നത്. പിന്നെ ബില്ലാക്കുമ്പോൾ
മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മോനും ഇവനും കൂടി ടിഫിനെല്ലാം കുറേ പൊറുക്കിയിട്ടെല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങി അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുമ്പോൾ അന്ന് കിച്ചണിലൊക്കെ ഉള്ള സാധനം അവിടെ കണ്ട്. അങ്ങനെ അവിടത്തേക്ക് പോകുമ്പോൾ നല്ല പുറന്തേച്ച് നല്ല കുച്ചുണ്ടായി. ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ പുറന്തേക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ കുച്ചിനും കൂടെ തേച്ചാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കുച്ച അത് കൊടുത്ത് പിന്നെ 2 ചിരട്ടൻ്റെ കയ്യിലെടുത്തിനേനും. പിന്നെ ഇങ്ങനെ ആ കിച്ചണിലേക്കുള്ള സാധനം ഇങ്ങനെ പരത്തുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അധികം അവിടെ നിൽക്കണ്ട, എനിക്ക് കണ്ണിന് മറുണ്ടായതുകൊണ്ട് ഇനി അവിടുത്തെ സാധനം തേച്ച് വാങ്ങുകയും ചെയ്യും, എൻ്റെ പൈസ തീർക്കും ചെയ്യുന്നുണ്ട്. നേരെ അവിടെ നിന്ന് തിരിച്ച് ബില്ലാക്കാൻ വേണ്ടി പോക്കാന്ന്. പിന്നെ അടിപൊളി കിടിലെ പാനാണ്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിനു. കണ്ണിന് മറുകൊണ്ടൊന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് ഹസ്ബൻഡ് പറഞ്ഞതിന് ശേഷം. അങ്ങനെ പാൻ ഇതെല്ലാം വാങ്ങി ഇങ്ങനെ തിരിച്ച് താഴേക്ക് എത്തുമ്പോൾ മക്കൾ ഫാൻ കളിക്കുന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതെന്തായാലും ഹസ്ബൻഡ് വാങ്ങിക്കൊടുക്കും. നമുക്ക് വാങ്ങി തന്നിട്ടില്ലെങ്കിലും പൈസ ഇല്ല, നമ്മളെന്തെങ്കിലും പറയുമ്പോൾ പൈസ ഇല്ല. മക്കളെന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും. അങ്ങനെ അമ്പും ബില്ലെല്ലാം വാങ്ങിക്കൊടുത്ത് മക്കൾക്ക്. അങ്ങനെ ഇവനിക്ക് മറ്റെന്തോ കളിക്കുന്നത് വാങ്ങിക്കൊടുത്ത്, ഇവനിക്ക് അമ്പും ബില്ലും വാങ്ങിക്കൊടുത്ത്. ആരും 2 ദിവസം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മറ്റേ മോനിക്ക് സ്പേഡർമാൻ്റെ വാങ്ങിക്കൊടുത്ത്, ഇവനിക്കെന്തോ യൂണിബിക്ക് എന്നിട്ടൊരു കാർഡ് വാങ്ങിക്കൊടുത്ത്. അങ്ങനെ നേരെ അല്ല അടിപൊളി ഫാൻസി നെറ്റിപ്പട്ട കമ്മൽ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങാൻ വേണ്ടി പൈസ വേണ്ട, വേറൊന്നുമില്ല. അങ്ങനെ ഇവനെടുക്ക് മസാജെല്ലാം ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട്. പിന്നെ ഹസ്ബൻഡാണ് അധികം ഇനി മക്കളിവിടെ നിർത്തിച്ചോട് നമുക്ക് നമ്മൾ ബില്ലാക്കാൻ വേണ്ടി ബിൽ കൗണ്ടറിലേക്ക് പോയിനു. അവിടെ നോക്കുമ്പോൾ അവരെല്ലാം ബില്ലാക്കുന്ന മക്കളാണ് തികച്ചും ബില്ലാക്കി കൊടുക്കുന്നത്. അങ്ങനെ നേരെ മുമ്പിലത് കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കണ്ടുനോക്കുമ്പോൾ നമ്മൾ മനസ്സിന് അങ്ങ് മാറിപ്പോയി. അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് നേരെ അതിന് വീട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ നമുക്ക് വയറ്റിലേക്ക് എന്തെങ്കിലും വേണ്ട, വിശക്കുന്നത് വല്ലാണ്ട് വിശപ്പുണ്ടായിരുന്നു. നമ്മൾ 4 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. കുടിവെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെ പോകുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹോട്ടലെല്ലാം തപ്പലാന്ന് കണ്ണൂർ. പിന്നെ ഹോട്ടലിലും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് അധികം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്ക് MVKലാണ്. അന്നത്തെ MVKയിൽ വല്ലാണ്ട് തിരക്കേനും. പിന്നെ നമ്മൾ വരുമ്പോൾ നല്ല അടിപൊളി ജ്യൂസ് കുടിച്ച് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് തീരെ ടൈമില്ലേനു. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ മോൻ ഓർഡർ ചെയ്തത് ചിക്കൻ നൂഡിൽസും ഞാൻ നൂൽ പൊറോട്ടി സാധാ പൊറോട്ടയാണ് ഹസ്ബൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.